അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതെന്താണ്? മണ്ണ്. ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. വെറും പ്രത്യേകതയല്ല. ഈ മണ്ണ് ഉരുട്ടിയിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ മണ്ണിന്റെ പ്രത്യേകത. ഈ മണ്ണെന്താണ്? വെറും മണ്ണല്ല. ഉരുട്ടിയിട്ടൊരു ബോൾ ഷേപ്പിലാക്കിയ മണ്ണാണ്. ഇത് പൊടിച്ചാ പൊടിയാവൂലേ? ഏ? ഇത് പൊടിച്ചാല് പൊടിയാവും. ആ പൊടി കൊണ്ട് വീണ്ടും അതേ പൊടി കൊണ്ട് ഇനി ഉണ്ടാക്കാൻ പറ്റൂലേ? വീണ്ടും ഇതേ മണ്ണിനെ പൊടിച്ചിട്ട് ഇതേ ഷേപ്പിലാക്കാൻ പറ്റൂലേ? ഇതേ പ്രത്യേകതയോടെ കൂടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ്, നമ്മുടെ ലൈഫിനൊരു പ്രത്യേകത വരാണെങ്കിൽ അത് ഹാപ്പി ലൈഫാണ്. സന്തോഷത്തോടുള്ള ലൈഫ്. ക്യാഷിന് ക്യാഷ്, വണ്ടിക്ക് വണ്ടി, എല്ലാമുള്ളൊരു സന്തോഷമായ ലൈഫ് ഇങ്ങനെ പോവാണ്. ആ സമയത്ത് ഒരു തളർച്ച വന്ന്, ഒരു ബിസിനസ് പരമായിട്ട് ഒരു തളർച്ച വന്ന് വിചാരിക്കാം. അപ്പോൾ എണീക്കണമെന്ന് നമ്മൾ വിചാരിക്കണം. ആ തോൽവിയിൽ നമ്മൾ വിചാരിക്കണം, എണീക്കണോ വേണ്ടേ എന്ന് നമ്മൾ വിചാരിക്കണം. ആ തോൽവിയിൽ എണീക്കണോ, ആ തോറ്റാൽ ഒരു ചാൻസ് ഉണ്ട് നമുക്ക്. ഒറ്റൊരു ചാൻസ് ഉണ്ട്, എണീക്കാനൊരു ചാൻസ് ഉണ്ട്. അത് എണീച്ചാൽ എന്തായാലും സക്സസ് ഉറപ്പാണ്. ഞാനൊരു കഥ പറയാം. കഥ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഥ. ബോക്സിങ് അറിയാം എല്ലാവർക്കും. പണ്ട് 1990 ആ കാലഘട്ടത്ത് ഒരു വലിയ ലോകം അറിയപ്പെട്ട ഒരു ബോക്സർ ഉണ്ട്, മൈക്ക് ടൈസൺ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ ഒരു വ്യക്തി വരാണ്. ആ കാലഘട്ടത്തെ ഏറ്റവും അറിയപ്പെട്ട ബോക്സറാണ് മൈക്ക് ടൈസൺ. അദ്ദേഹം തോൽവിയുടെ കയ്പ് മനസ്സിലാക്കിയിട്ടില്ല. തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഏറ്റുമുട്ടിയ എല്ലാ മത്സരത്തിലും 1990 മേലോട്ടേക്ക് നടത്തിയ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ചാമ്പ്യനായിട്ടുണ്ട്. അങ്ങനെ 1900 ഈ ചരിത്രം നടക്കുന്നത്. അങ്ങനെ ഈ മത്സരത്തിന് ഏറ്റുമുട്ടാൻ വരുന്ന ആളുടെ അമ്മ സോഷ്യൽ മീഡിയയിൽ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ മൈക്ക് ടൈസനെ തോൽപ്പിക്കും. എൻ്റെ മകൻ മൈക്ക് ടൈസനെ തോൽപ്പിക്കും. അമ്മൻ്റെ വാക്കാണ്. പിന്നീട് ഈ മത്സരത്തിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ മാതാവും മരണപ്പെടാണ്. അങ്ങനെ സ്വാഭാവികം പോലെ ആ മത്സരം നടക്കാണ്. ബോക്സിംഗ് മത്സരം നടക്കാണ്. എന്തായിരിക്കും കാര്യം? അങ്ങനെ ആ ബോക്സിംഗ് മത്സരത്തിൽ ഏഴാമത്തെ റൗണ്ടിൽ എന്താണ് സംഭവിച്ചത്? ഏഴാമത്തെ റൗണ്ടിൽ മൈക്ക് ടൈസൺ ഒരു പഞ്ചിടുകയാണ്. ഒരൊറ്റൊരു പഞ്ച്. അതിൽ ആ വ്യക്തി അവിടെ കിടക്കാണ്. അന്ന് വരെ മൈക്ക് ടൈസൺ ഇടിച്ചു വീഴ്ത്തിയ ഒരു വ്യക്തിയും ഉണർന്നെണീറ്റിട്ടില്ല. അന്ന് വരെ മൈക്ക് ടൈസൺ ഇടിച്ച വ്യക്തി ഉണർന്നെണീറ്റിട്ടില്ല. അന്ന് അമ്മ പറഞ്ഞ വാക്കാണ്, മൈക്ക് ടൈസൺ എൻ്റെ മകൻ തോൽപ്പിക്കും. ആ വാക്കുകൊണ്ട് വെറും 10 സെക്കൻഡിനുള്ളിൽ, 10 വരെ എണ്ണുന്നതിനുള്ളിൽ അദ്ദേഹം ജയത്തിന്റെ മാധുര്യത്തിലേക്ക് കാല് വെക്കാണ്. അമ്മയുടെ മരണത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം എണീറ്റുകൊണ്ട് വീണ്ടും വിജയത്തിനായി പോരാടാണ്. അങ്ങനെ അതേ മാച്ച്, അതേ കളിയിൽ, അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. അതേ കളിയിൽ മൈക്ക് ടൈസനെ 10ാമത്തെ റൗണ്ടിൽ അദ്ദേഹം വീഴ്ത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാണ്, ജെയിംസ് ബസ്റ്റർ ഡഗ്ലസ്. അദ്ദേഹം 10ാമത്തെ റൗണ്ടിൽ മൈക്ക് ടൈസനെ ഒരു കിടിലം പഞ്ച് കൊടുത്ത് വീഴ്ത്താണ്. പിന്നീട് മൈക്ക് ടൈസൺ ആ മാച്ചിൽ എണ്ണിയിട്ടില്ല. ദ ഫസ്റ്റ് ലോസ്
ഓഫ് മൈക്ക് ടൈസൺ. മൈക്ക് ടൈസന്റെ ആദ്യത്തെ തോൽവി, കരിയറിലെ ആദ്യത്തെ തോൽവി. അദ്ദേഹം തോൽവിയുടെ കയ്പ് മനസ്സിലാക്കുന്ന ദിനമാണ് 1990 ഫെബ്രുവരി മാസത്തിൽ. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ജീവിതം, നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. അങ്ങനെ തളർന്നു പോയാൽ എണീക്കാൻ പറ്റണം. ഇവിടെ ജെയിംസ് ബസ്റ്റർ ഡഗ്ലസ് എണീറ്റത് 10 സെക്കൻഡ് കൊണ്ടാണ്. ആ 10 സെക്കൻഡ് അദ്ദേഹം എണീറ്റത് കാരണം കൊണ്ട് ദ വേൾഡ് ഹിസ്റ്ററിയിൽ അദ്ദേഹം സ്ഥാനം പിടിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം? ഒരിക്കലും തോൽക്കാത്ത 37ഓളം മാച്ചുകൾ അദ്ദേഹം ജയിച്ച്, 37ഓളം മാച്ചുകൾ അദ്ദേഹം ചാമ്പ്യനായി. 38ാമത്തെ മാച്ചിൽ അദ്ദേഹം തോൽവിയിൽ മുട്ടുകുത്തുകയാണ്. അവിടെ മനസ്സിലാക്കുന്നത്, തോൽവിയുടെ മാധുര്യം, വിജയത്തിൽ മാത്രം കാലടി വെച്ച് പോകുന്ന ഒരു മനുഷ്യന് തോൽവിയുടെ മാധുര്യം മനസ്സിലാകുമ്പോഴാണ് ജീവിതത്തിൻ്റെ പവർ മനസ്സിലാകുക, ജീവിതത്തിൻ്റെ മാധുര്യം മനസ്സിലാവുന്നത്. ഹാപ്പി ലൈഫ് എന്താണ്, എന്താണ് സന്തോഷത്തിൻ്റെ ലൈഫ് എന്താണെന്ന് മനസ്സിലാവുന്നത്. അതേ സമയത്ത് തോറ്റുകൊണ്ടിരുന്ന ഒരു വ്യക്തി ജെയിംസ് ബസ്റ്റർ തൻ്റെ അമ്മയുടെ സന്തോഷവേളയിൽ അമ്മയുടെ ആഗ്രഹം പോലെ വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. വെറും ഒരു 10 സെക്കൻഡ് മാത്രം. നമ്മുടെ ജീവിതം മാറ്റാൻ 1 സെക്കൻഡ് പോലും വേണ്ട, 1 സെക്കൻഡ് പോലും വേണ്ട. നമുക്ക് ഇനിയും മാറാം, ഇനിയും മുന്നോട്ട് നീങ്ങാം. അഥവാ തോൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് കിടന്ന് കരയുകയല്ല വേണ്ടത്, വീണ്ടും പുഞ്ചിരി എന്ന സ്വരത്തോടെ വിജയത്തിലേക്ക് കാലുവെക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.